നിഫ്റ്റി 50-യിലെ അടുത്ത വലിയ പേര് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിലോ? അവതരിപ്പിക്കുന്നു ICICI Prudential നിഫ്റ്റി നെക്സ്റ്റ് 50 ETF. ഇന്ത്യയുടെ ഭാവി വിപണി മുൻനിരക്കാരിലേക്ക് ഇന്ന് തന്നെ എക്സ്പോഷർ നേടാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു മാർക്കറ്റ് ക്യാപ് ബേസ്ഡ് ETF. ഈ ETF നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്നു. ഇതിൽ നിഫ്റ്റി 50-ക്ക് തൊട്ടുപിന്നിലുള്ള 50 വലിയ ലിക്വിഡ് കമ്പനികൾ ഉൾപ്പെടുന്നു. പല മേഖലകളിലായി വൈവിധ്യമാർന്ന സാധ്യതകളുള്ള ബിസിനസ്സുകളാണിവ. പലപ്പോഴും ഇവയെ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്കുള്ള ചവിട്ടുപടികളായാണ് കണക്കാക്കുന്നത്. ഈ ETF ട്രാക്കിംഗ് പിശകിന് വിധേയമായി ഇൻഡെക്സിന്റെ പ്രകടനം സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അതേ സ്റ്റോക്കുകളിലും അതേ അനുപാതത്തിലും നിക്ഷേപിക്കുന്നു. ഈ ETF എന്തുകൊണ്ട് പരിഗണിക്കണം? ഇത് നിങ്ങളെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള കമ്പനികളിലേക്ക് നേരത്തെ തന്നെ എക്സ്പോഷർ നേടാൻ സഹായിക്കുന്നു. ഇത് ദീർഘകാല വളർച്ചയ്ക്കായി നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ പൊസിഷൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇത് വൈവിധ്യമാർന്ന മേഖലാ എക്സ്പോഷർ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ കമ്പനി അല്ലെങ്കിൽ മേഖലാ നിർദ്ദിഷ്ട റിസ്കുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. സജീവമായി മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിലവ് കുറവാണ്. റിയൽ ടൈം NAV ട്രാക്കിംഗ് കാരണം നിങ്ങൾക്ക് പൂർണ്ണ സുതാര്യത ലഭിക്കും. അവസാനമായി, എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും യൂണിറ്റുകൾ വാങ്ങാനോ വിൽക്കാനോ കഴിയുന്നതുകൊണ്ട് ഉയർന്ന ലിക്വിഡിറ്റി ഉണ്ട്. ഈ ETF ആർക്കാണ് അനുയോജ്യം? ഈ ETF നിഫ്റ്റി 50-ക്ക് അപ്പുറത്തേക്ക് വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ഉയർന്നുവരുന്ന വലിയ മൂലധന അവസരങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ നിക്ഷേപകർക്ക് അനുയോജ്യമാണ്. ശുപാർശ ചെയ്യുന്ന നിക്ഷേപ കാലയളവ് 5 വർഷമോ അതിൽ കൂടുതലോ ആണ്. ചുരുക്കത്തിൽ ICICI Prudential നിഫ്റ്റി നെക്സ്റ്റ് 50 ETF-ന്റെ ചില പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റുകളുടെ ഭാവിയിലേക്ക് ചുവടുവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ICICI Prudential നിഫ്റ്റി നെക്സ്റ്റ് 50 ETF നിങ്ങളുടെ അടുത്ത നിക്ഷേപ ചുവടുവെപ്പായിരിക്കാം. ഇവിടെ നാളത്തെ നേതാക്കൾ ഇന്നത്തെ സ്ട്രാറ്റജിയുമായി കണ്ടുമുട്ടുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.